ാണ് ഈ ചായ കൊണ്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടെങ്ങാണ് വേണം കൊണ്ട് കൊടുക്കുന്നത്. എന്തുവാണ് ഈ പറയണത്? എന്തായാലും സംഭവം കൊള്ളാൻ കേട്ടോ, ഒന്നും പറയാനില്ല. എന്തായാലും ജാസ്മിൻ്റെ ആരാധകർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്തൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. കാര്യം ഭയങ്കര സന്തോഷമായിരിക്കും. ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ വിവരം കേട്ട കുറേ നാറികളുണ്ടല്ലോ, കുറേ ജാസ്മിൻ ആർമി എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്നത്. അവന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. എന്തായാലും അവരുടെ മനസ്സിന് ഭയങ്കര സന്തോഷം വന്നല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. ഇനി ഈ ശാരിക ഷിയാസ് കരീമിൻ്റെ ഇൻ്റർവ്യൂവിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചയ്ക്ക് മുന്നേ വന്നൊരു ഇൻ്റർവ്യൂ, അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. അത്രയും പ്രൊവോക്ക് ചെയ്യുന്ന ഒരുത്തിയാണ് ജാസ്മിൻ എന്ന് പറയുന്നതിനകത്ത്. ആ ജാസ്മിനെ നിങ്ങൾ അങ്ങ് ഘോരം സപ്പോർട്ട് ചെയ്യുകയാണ്. കാലിലെ നഖം കടിക്കുക, തുപ്പിയിടുക, വെള്ളത്തിൽ തുപ്പിയിടുക, ഇതൊക്കെ ചെയ്യുന്നത് തുപ്പിയിടുക, ചായക്കകത്ത് തുമ്മിയിടുക, ഇതെല്ലാം കാണിക്കുന്നത് ഇവൾക്ക് ആ ഒരു മാനേഴ്സ് എന്ന് പറഞ്ഞ സാധനം. അതായത് ഒരു പ്രിൻസിപ്പിൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഇതൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ പറയുന്നത് ജാസ്മിൻ ഒരു കുഴപ്പമില്ല, അവള് നല്ല കുട്ടിയാണ്. കേട്ടല്ലേ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? ഈ പറയുന്ന സെയിം പുള്ളിക്കാരത്തിൽ തന്നെ പറഞ്ഞതാണ് ഷിയാസ് കരീമിൻ്റെ അടുത്ത്, ചായയിൽ തുപ്പിയിട്ടെന്നും ഈ കാണിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള എക്സെൻട്രിക് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഷിയാസ് സപ്പോർട്ട് ചെയ്യുന്നതെന്നും, പ്രത്യേകിച്ച് ഈ ജോയിൽ ഇടിക്കുക, നമ്മുടെ റോക്കി പോലുള്ള ആൾക്കാരെ, പിന്നെ ജാസ്മിൻ ഈ നഖം കടിക്കുന്നവള്, പിന്നെ ഒരു മാനേഴ്സ് ഇല്ലാത്ത ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണോ ഇതാക്കുന്നതെന്ന് പച്ചയ്ക്ക് ചോദിച്ച വ്യക്തിയാണിത്. അപ്പോൾ എന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്നത്. എടേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാരാക്കുവാണ്. ഞാനുള്ള കാര്യമാണ് പറയണത്. കാര്യം ഈ പറയുന്ന പോലെ നിങ്ങളുടെയൊക്കെ ആങ്കറിങ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ പലപ്പോഴും പല ഇതും വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നിലപാടില്ലാത്ത രീതിയിലോട്ടാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല മെയിൽ ഷോവനിസ്റ്റ് എന്നും പറഞ്ഞ് സംസാരിക്കുക, ഈ പറയുന്ന ഒരു കാര്യമില്ലാതെ റിലേഷൻഷിപ്പിലുള്ള ആളെ ഇതിനകത്തോട്ട് വലിച്ചിടുക, ആ ആളുടെ പേരിരുന്ന് പറയുക, അതിനകത്തൊന്നും ന്യായമില്ല. ഞങ്ങളുടെ കാര്യം പറയുന്നത് ഇൻ്റർവ്യൂസും കാര്യങ്ങളും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും, അത് ഓക്കെയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് ബിഗ് ബോസിനെ പറ്റിയിട്ട് ഡിബേറ്റ് ചെയ്യുമ്പോൾ ജാസ്മിൻ്റെ വിഷയങ്ങൾ പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായതാണ്. കാര്യം ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ജാസ്മിൻ്റെ പേരും പറഞ്ഞിട്ട് ആ ചുറ്റിപ്പറ്റി ഉണ്ടായ പ്രശ്നങ്ങളാണ് എല്ലാവർക്കും. അവളവിടെ കാണിച്ചു കൂട്ടിയതിൻ്റെ പ്രവൃത്തിയാണ് ബാക്കിയുള്ളവരെല്ലാവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പം ഇനിയും ഇത്തരത്തിലുള്ള കിടിലം സംഭവങ്ങൾ ജാസ്മിൻ ആർമിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.